ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അത്ഭുതം തോന്നിയോ താങ്കൾക്ക്? കാരണം ഇത്തരം നടന്മാരുടെ ചെയ്തികൾ പരസ്യമായും അല്ലാതെയുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. താങ്കളും പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്തുള്ള ആളാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമ ഉണ്ടായ കാലം മുതൽ എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. സിനിമ ഉണ്ടായ കാലം മുതൽ എന്ന് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം 1970-കളിലാണ് ഞാനൊക്കെ ഈ രംഗത്ത് വരുന്നത്. അന്നു മുതൽ ഏകദേശം ഒരു 85-90 എന്തിന് 2000 വരെയൊന്നും ഇങ്ങനെയൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. മദ്യപിക്കുമെങ്കിൽ പോലും ആ മദ്യപാനം പോലും അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അവര് പിന്നെ അത്തരത്തിൽ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നത്. അല്ലാതെ മദ്യപിച്ചുകൊണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വരിക അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു എന്നൊന്നും വാർത്തയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് വിൻസിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, ഒപ്പം അഭിമാനം തോന്നി. കാരണം എപ്പോഴും തനിക്ക് ചുറ്റും നടക്കുന്ന അനീതിയെ മറച്ചു പിടിക്കാനും തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തോടുകൂടെ അതിനെ ആരോട് പറയാതെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എനിക്കിങ്ങനെ ഒരു സംഭവം നടന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഇത്തരക്കാരോടൊപ്പം സഹകരിക്കില്ല എന്ന് പറയണമെങ്കിൽ അത്രമാത്രം ആത്മവിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ പലരും പറയുന്നു പേരല്ല ഇവിടുത്തെ വിഷയം പേരല്ല, സംഭവമാണ്. അവിടെ ഉണ്ടാകുന്ന അസൗകര്യങ്ങളാണ് ആ കുട്ടി അങ്ങനെ ഒരു വിട്ടുവീഴ്ച. അതായത് ആ കുട്ടി ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്നവർ അത് മദ്യപിച്ചിട്ടാണെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഷോട്ടിൽ വന്ന് അഭിനയിച്ചാൽ മതി, എനിക്ക് ആ നടനെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള, അതായത് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹ വിരോധികൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ ശരീരം പിന്നെ ചീത്തയാക്കണോ നല്ലതാക്കണോ, എന്റെ ബുദ്ധിക്ക് ഭ്രമം വരണോ വേണ്ടേ, ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, ഇതെല്ലാം എന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇതെല്ലാം അവർ ഉപയോഗിച്ചോട്ടെ, ആരും അവരോട് ഉപയോഗിക്കണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ജോലി ചെയ്യുന്ന എന്റെ മുൻപിലേക്ക് വരരുത് എന്നാണ് ആ കുട്ടി ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നി. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം വിൻസി പറഞ്ഞത്, ഞാൻ ഒരിക്കലും സിനിമയില്ലെങ്കിൽ ജീവിക്കില്ല എന്ന് ഞാൻ പറയില്ല എന്ന്. അങ്ങനെ ആയിരിക്കണം അഭിപ്രായം പറയേണ്ടത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന മാതിരി അവരുടെ പെർമിഷൻ ഇല്ലാതെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. ആ നടി ഒരു നടനോടൊപ്പം അഭിനയിച്ചപ്പോൾ ഉണ്ടായി, അത് മദ്യപിച്ച് ലക്ക് കേട്ടാണ് അയാൾ അഭിനയിച്ചത്. ആ സമയത്ത് അയാൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവര് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് പ്രതികരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടിയ ഒരു നല്ല ക്യാരക്ടറാണ്, അത് എങ്ങനെയാണ് ഈ ഒരു കാരണം പറഞ്ഞ് ഇതൊക്കെ പിന്നെ ഇതിന്റെ ഒരു ഭാഗമല്ലേ എന്ന് ഒരു സ്ത്രീ പറയുന്നിടത്താണ് വിൻസിയെ പോലുള്ള ഒരു പെൺകുട്ടി പറയുന്നത്, സിനിമയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതാണ് ഈ ലഹരിക്കെതിരെ തുറന്നു പറഞ്ഞു. കാരണം ലഹരി ഉപയോഗിക്കുന്ന നടന്മാർക്കൊപ്പം അഭിനയിക്കില്ല എന്ന് വിൻസി ഒരു പൊതുചടങ്ങിൽ പറയുകയാണ്. അതിനുശേഷം ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്കുകളാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്തർത്ഥത്തിലാണ്, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞ് വലിയ അറ്റാക്ക് വരുമ്പോഴാണ് അവർക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം പരസ്യമായി തുറന്നു പറയേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നത്. കാരണം ആ സമയത്തൊന്നും അവരെ പിന്തുണയ്ക്കാൻ വലിയ വിഭാഗം ആളുകൾ ഉണ്ടായില്ല എന്ന് അവർ പറയുന്നുണ്ട്. അല്ല, ഞാൻ സത്യത്തിൽ ഇന്നാണ് ഞാൻ ഈ വീഡിയോ, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരാളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒരു റേപ്പ് അക്യൂസ്ഡിനോടൊപ്പം നിൽക്കുന്നവർ, ഒരു റേപ്പ് അക്യൂസ്ഡ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചു എന്ന് പറയുന്ന ആള് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എടുത്ത് ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. അവരെല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും, ബലാത്സംഗത്തിനെ പ്രോത്സാഹിപ്പിക്കും, ലഹരിയെ പ്രോത്സാഹിപ്പിക്കും, സ്ത്രീകളെ മോശമായി സംസാരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം ഇതെല്ലാം അവനവന്റെ വീടിന്റെ പടിക്കൽ എത്തുന്നത് വരെ അവർ ഇത് പ്രോത്സാഹിപ്പിക്കും. അവനവന്റെ വീടിന്റെ പടിക്കൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഭീകരത അവർക്ക് മനസ്സിലാകുന്നത്. അത്
എന്തായാലും ആ വിശദീകരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, എന്താണ് എനിക്ക് ഉണ്ടായ അനുഭവം, അവർ പറയുന്നുണ്ട്. ഇതിൽ പേര് പറയേണ്ട ആവശ്യമില്ല, പേരല്ലല്ലോ വിഷയം. എന്താണ് ഞാൻ അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് സമൂഹത്തില്. പക്ഷെ ഇന്ന് ഞാൻ കണ്ട ആ വീഡിയോയുടെ താഴെ എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് കാലക്രമേണ അത് വിശദീകരണം കേട്ടപ്പോ അത് ഒരുപക്ഷെ ചില ആളുകൾ, വളരെ ചില ആളുകൾ ഈ ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത, ഈ ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രത കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു ഗോസിപ്പ്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ഗോസിപ്പ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം തീർച്ചയായും മാത്രമാണ്. തീർച്ചയായും ദയവായി തുടരുക ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കളിലേക്ക് വരാം.